നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിന്റെ കുടുംബവും മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തിരിമറി കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DGP-യാണ് ഉത്തരവിറക്കിയത്. അതേസമയം കേസിൽ സാമ്പത്തിക തിരിമറി തെളിഞ്ഞതോടെ പ്രതികൾ ഒളിവിൽ പോയി. പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നീക്കം ആരംഭിച്ചു. ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ കവടിയാറിലെ OBYOC എന്ന സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കൃഷ്ണകുമാറിന്റെ പരാതി. ഇതിൽ ജീവനക്കാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ പരാതിക്ക് പുറമെ സ്ഥാപനത്തിൽ ഓഡിറ്റിംഗ് ക്രമക്കേടുണ്ടെന്ന് ജീവനക്കാരുടെ പരാതിയിലും പ്രത്യേക പോലീസ് സംഘം അന്വേഷണം നടത്തി റിപ്പോർട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. ഇരു റിപ്പോർട്ടുകളും പരിശോധിച്ചാണ് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് മേധാവി തീരുമാനിക്കും. കേസ് അന്വേഷണം നേരായ രീതിയിലല്ലെന്ന് കാണിച്ച് കൃഷ്ണകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരത്തെ പരാതി നൽകിയിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിൽ പോലീസിനുണ്ടാകുന്ന സാങ്കേതിക കാലതാമസവും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. വനിതാ ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്നും 66 ലക്ഷം രൂപ QR കോഡ് വഴി എത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ജീവനക്കാർ ഒളിവിൽ പോയതോടെ ഇത് സംബന്ധിച്ച മൊഴി രേഖപ്പെടുത്താൻ പോലീസിനായില്ല. കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ജീവനക്കാർ നൽകിയ തട്ടിക്കൊണ്ടുപോകൽ പരാതി കൗണ്ടർ കേസായി മാത്രമാണ് നിലവിൽ പരിഗണിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെ തട്ടിക്കൊണ്ടുപോകൽ പരാതിയിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. 24 തിരുവനന്തപുരം.